കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്പ്യൂട്ടർ റൂമിലുണ്ടായിരുന്ന UPS പൊട്ടിത്തെറിച്ച് സ്ഫോടനമുണ്ടായി. അവിടെ വലിയ പുക ഉയർന്നു. രോഗികൾ ശ്വാസം മുട്ടി. അതേ തുടർന്ന് ആ വാർഡിൽ നിന്ന് മുഴുവൻ രോഗികളെ മാറ്റിയിട്ടുണ്ട്. ആ വാർഡ് സീൽ ചെയ്യുകയും ചെയ്തു. ഗോകുൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകട സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആരുടെയെങ്കിലും പ്രതികരണം ഈ അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഗോകുൽ? നമ്മൾ നേരത്തെ ആളുകളുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ സീൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് ആളുകളും ആശുപത്രി ഒഫീഷ്യൽസും മാധ്യമപ്രവർത്തകരും പോലീസുകാരും അത് പറഞ്ഞ പോലെ ഫയർഫോഴ്സിന്റെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ ആളുകളൊക്കെ അവരുടേതായ ജോലിയിൽ തുടരുകയാണ്. നേരത്തെ നമ്മൾ എടുത്ത പ്രതികരണത്തിൽ നിന്ന് അവർ പറഞ്ഞ 7:40 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടത്. വളരെ വലിയ രീതിയിൽ പുക അവിടെ നിന്ന് ഉയർന്നു. അത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു 1.5 മണിക്കൂറോളം ഈ ആശുപത്രിയുടെ പരിസരത്ത് വിവിധ വാർഡുകളിലൊക്കെ ആയിട്ട് ആ പുക ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഫയർഫോഴ്സിന് തന്നെ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പുക വലിച്ചെടുത്ത് കളയുകയായിരുന്നു ചെയ്തത്. അല്പസമയം മുമ്പ് വരെയൊക്കെ ആശുപത്രിയുടെ ഒരു ഭാഗത്തു കൂടി ചെറിയ രീതിയിലുള്ള പുകയും ഒരു സ്മെല്ലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടൊന്നും ആ സമയത്ത് പോയിട്ടില്ല. അതുകൊണ്ടാണ് നിയന്ത്രണ വിധേയമാണ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായത്. ഒരുപക്ഷെ ഈ ചെറിയ രീതിയിലൊക്കെ ആ പുക വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ 4 പേരെ മാറ്റി ഇവിടെ നിന്ന് മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടം പിന്മാറുകയും അവരുൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഒരു 7:48 മണിയോട് കൂടിയിട്ട് ഈ ആശുപത്രിയുടെ പരിസരത്ത് പ്രദേശവാസികൾ നിറഞ്ഞിരുന്നു. എന്താണ് സംഭവം എന്നറിയാതെ വലിയ രീതിയിലുള്ള ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തീപിടുത്തം എന്ന രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തേക്കൊക്കെ കാര്യങ്ങൾ പോയത്. പിന്നീട് മാധ്യമങ്ങളിലാണ് വന്നത് തീപിടുത്തം ഉണ്ടായിരുന്ന ഒരു പുകയാണ്. പക്ഷെ പുകയായ സമയത്ത് പോലും വളരെ വലിയ വ്യാപ്തിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്വാസം മുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഉടനെ തന്നെയാണ് മറ്റ് ആശുപത്രികളിൽ നിന്ന് ആംബുലൻസ് ഉൾപ്പെടെ എത്തിക്കുകയും ഇവിടെ നിന്ന് ആളുകളെ മാറ്റി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. അവരുൾപ്പെടെയുള്ള ആളുകൾ സജീവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. പക്ഷേ വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകാൻ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ ആശുപത്രി ഈ ബ്ലോക്കിനകത്തുണ്ട്. 6 നിലയിലാണ് ഈ ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. നിരവധി നൂറുകണക്കിന് രോഗികൾ കൂടി ഉണ്ടായിരുന്നു. രോഗികളുടെ ബന്ധുക്കളൊക്കെ ആശങ്കയുണ്ട്. ആശങ്കയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മരണപ്പെട്ട ആളുകളുടെ വിവരങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ട്, പുറത്തുവിടേണ്ടതുണ്ട്. മെഡിക്കൽ ബുള്ളറ്റിൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ മരണപ്പെട്ട ആളുകളുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. മറ്റ് താൽക്കാലിക വൈദ്യുതി സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉടനടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ ആശങ്കയൊക്കെ ഉളവാക്കണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ ഉടനടി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആദ്യഘട്ടങ്ങളിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അതായത് ഈ ആശുപത്രിക്കകത്തുണ്ടായിരുന്ന ആൾ മരിച്ചു എന്നൊരു വിവരം തുടക്കം തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ബാക്കിയുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നില്ല. MLA തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഈ ഒരു കാര്യം തന്നോട് ഇവിടെ ഉണ്ടായിരുന്ന രോഗിയുടെ കുടുംബം പറഞ്ഞു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുറത്തുവിട്ടത്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ വിവരം പങ്കുവെക്കാൻ തയ്യാറായിട്ടുമുള്ളത്. അതിനു മുമ്പ് അറിഞ്ഞ വിവരങ്ങൾ എന്താണ് മരണകാരണമെന്നറിയാതെ പുറത്തുവിടാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ആദ്യം പറഞ്ഞത് ഒരു മരണം സംഭവിച്ചത് എന്തായാലും ഈ പുക ഉയരുന്നതിന് മുമ്പാണ് എന്നാണ്. അപ്പോൾ 2-ലധികം മരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. അവരിൽ ഒരാളുടെ പേര് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. കൽപ്പറ്റ സ്വദേശിനിയായിട്ടുള്ള വയനാട് സ്വദേശിനിയായിട്ടുള്ള നസീറുടെ പേര് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് ടി സിദ്ദിഖ് MLA ആണ് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിഷം കഴിച്ചായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ച് വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ മരണപ്പെട്ടു എന്ന് കുടുംബം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം വിവരം പങ്കുവച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ലഭ്യമല്ല. സിദ്ദിഖ് MLA പറഞ്ഞത് 3 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് തനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിച്ചു എന്നാണ്. അതും അദ്ദേഹവും സ്ഥിരീകരിക്കുന്നില്ല, ആശുപത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ മരണങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണത്.
പുറത്തുവിടാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ആശങ്കയൊക്കെ അകറ്റേണ്ടതുണ്ട്. ആരാണ് മരണപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ തീർച്ചയായിട്ടും പുറത്തുവിടണം. കാരണം രോഗികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആശങ്ക അകറ്റേണ്ടത് എന്തായാലും ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്, അതായത് രോഗിയുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ഈ വിവരം അറിയാത്ത എത്തുന്ന രോഗികളുണ്ട്, അവരെ മറ്റാശുപത്രിയിലേക്ക് അയക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു നമ്പറും എന്തായാലും ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറും പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 7:40 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചത്. 2-3 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് രോഗികളെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും പൂർത്തിയാക്കി. ഇനി എപ്പോഴായിരിക്കും ഈ ബ്ലോക്ക് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്, എപ്പോഴായിരിക്കും ഇത് പൂർണ്ണസജ്ജമായ രീതിയിൽ തുറക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യവും ലഭ്യമല്ല. അതിനാൽ തന്നെ ഈ PMSSY ബ്ലോക്കിൽ ഉണ്ടായിരുന്ന മുഴുവൻ സംവിധാനങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ചികിത്സയും മറ്റാശുപത്രിയിൽ ലഭ്യമാകാനുള്ള നടപടികൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ചില സേവനങ്ങളൊക്കെ ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകും, അടിയന്തര ചികിത്സകളൊക്കെ ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പും ലഭ്യമായിട്ടുണ്ട്. ആ രീതിയിൽ എന്തായാലും ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ഒരു രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതിന് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ഭാഗത്തു നിന്ന് ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ആളുകളൊക്കെ ഇതിനുള്ളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ മറ്റു ഭാഗങ്ങളിലേക്ക് സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച പരിശോധന നടക്കുന്നുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ സമയത്ത് UPSന്റെ റൂമിലുണ്ടായിരുന്ന മറ്റു ഉപകരണങ്ങൾ അവിടെ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. രോഗികളെ മാറ്റുന്നതിനൊപ്പം തന്നെ ആശുപത്രി ഉപകരണങ്ങളും മാറ്റുന്ന നടപടികളും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്നുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങളും പരിശോധനകളും ഒക്കെയാണ് എന്തായാലും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ എപ്പോഴായിരിക്കും പൂർവ്വസ്ഥിതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനം നടക്കുക എന്നതിനെ സംബന്ധിച്ച കാര്യം ലഭ്യമല്ല. ഇപ്പോൾ രോഗികളുമായി ബന്ധപ്പെട്ട അവരുടെ വിവരശേഖരണവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിനോദ്, തീർച്ചയായും മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ മരണത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. പക്ഷേ ഒരു മരണം MLA തന്നെ നേരിട്ട് ബന്ധുക്കൾ പറഞ്ഞതുകൊണ്ട് MLA തന്നെ അക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. എന്നാൽ 3 പേർ മരിച്ചു എന്നുള്ള അനൗദ്യോഗിക കണക്കുകൾ, അനൗദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ അത് സ്ഥിരീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ മരണം നടന്നു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം MLAയോട് ബന്ധുക്കൾ തന്നെ അക്കാര്യം പറഞ്ഞു. ടി സിദ്ദിഖ് MLA ആണ് അത് മാധ്യമങ്ങളോട് അറിയിച്ചത്. എന്തായാലും ഇവിടെ അപകടമുണ്ടായ ആ ബ്ലോക്കിൽ നിന്നും രോഗികളെ പൂർണ്ണമായി മാറ്റാൻ സാധിച്ചു. മറ്റ് ബ്ലോക്കുകളിലേക്ക് അല്ലെങ്കിൽ സമീപത്തെ മറ്റ് ആശുപത്രികളിലേക്ക്, മറ്റ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലേക്കൊക്കെ അവരെ മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില എപ്രകാരമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ ഈ സമയത്തും ഇപ്പോൾ 11:30 മണിയോടെ സമയം അടുക്കുന്നു. ഈ സമയത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധി ആളുകളാണ് അവിടുത്തെ ഈ പ്രശ്നങ്ങൾ കാരണം. നിങ്ങൾ എന്നോട് ചോദിച്ചത് മേപ്പാട് ഇന്നലെ വന്നെയാണ്. എക്കാലക്സ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി ഭയങ്കര ബാഡായിരുന്നു, വെന്റിലേറ്ററിലാണ് ഉള്ളത്. അപ്പോൾ പുക വന്നപ്പോൾ നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ ആംബുലൻസിലാക്കിയിട്ട് അവിടുത്തെ മെയിൻ ബ്ലോക്കിൽ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ICUയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മരിച്ചത്. ബാഡായിരുന്നു അത്. ആ കേസാണെന്ന് ഞാൻ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ചോദിച്ചത്. പിന്നെ ഉള്ളത് ഞാനെല്ലാം കേഷീറ്റ് വെച്ച് ഡാറ്റ എടുത്തതാണ്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റെ പേര്, അത് ഭയങ്കര ഓൾറെഡി ബാക്കിയുള്ള 3 പേഷ്യൻ്റ്, 2 പേഷ്യൻ്റ് മെഡിക്കൽ ലീഗൽ കേസ്, 1 ബ്രോഡ് ഡെഡ്. ബാക്കിയുള്ള 3 പേഷ്യൻ്റ് 2 ഇന്ന് വന്നതാണ്, ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. അത് 2 പേരും, ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ്, വായിൽ ക്യാൻസർ, കൗണ്ട് ഭയങ്കര കുറഞ്ഞ് ഇൻഫെക്ഷനായിട്ട് വന്ന ന്യൂട്രോപെനിക് സെപ്സിസ് എന്ന് പറയും. വേറൊരു പേഷ്യൻ്റ് ലിവർ ഫെയിലിയറായിട്ട് വന്ന പേഷ്യൻ്റാണ്, കിഡ്നി ഇഞ്ചുറി ഉണ്ട്, അത് ഇന്നലെ വന്നതാണ്, ആൽക്കഹോളിക് ലിവർ ഡിസീസ്. വേറെ ഇന്ന് വന്നത് വേറെ ഒരു പേഷ്യൻ്റ് ന്യൂമോണിയ ആയിട്ട് വന്നതാണ്. അത് 7:40, അത് ഇതുമായിട്ട് ബന്ധമുള്ളതായി തോന്നുന്നില്ല. 7:40 പുക വരുന്നതിൻ്റെ മുന്നേ തന്നെ ICUന്ന് ഈ സൈഡിൽ റെഡ് ഏരിയയിലുണ്ടായ പേഷ്യൻ്റ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മരണമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം മറ്റേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെടുത്ത 2 മെഡിക്കൽ ലീഗൽ കേസ്, 1 ബ്രോഡ് ഡെഡും, ഒരു പേഷ്യൻ്റ് ഓൾറെഡി സിക്കായിട്ട് ICUയിലുള്ളതാണ്, മരുന്ന് കഴിച്ചിട്ടില്ല, വിഷം കഴിച്ചിട്ട് വന്നതാണ്. വിഷം കഴിച്ച് വന്ന ലേഡി, അതാണ് വിഷം കഴിച്ച് വന്നത്. പ്ലീസ്, ഞാൻ ബാക്കിയുള്ള 3 പേഷ്യൻറ്റും സിക്കായിട്ടാണ്. 2 പേഷ്യൻ്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. ഒരെണ്ണം അത് ഈ തീൻ്റെ ആ സമയത്ത് തന്നെ ഡെത്തായതാണ്.
അത് ഭയങ്കര ബാഡായിരുന്നു. വേറെയുള്ളൊരു പേഷ്യൻ്റ് ആൽക്കഹോളിക് ലിവർ ഡിസീസും ഹെപ്പാറ്റിക് എൻസോഫലോപ്പതി, ലിവർ കിഡ്നി ഇഞ്ചുറിയൊക്കെ ആയിട്ട് അതും 2:30 വന്നതാണ്. ഇത് ഭയങ്കര സിക്കായിരുന്നു. അതിന് റെഡ് ഏരിയയിൽ നിർത്തിയാണ്. ആ പേഷ്യൻ്റ് വരുമ്പോഴേ ഭയങ്കര ബാഡാണ്, അതാണ് ഡെത്തായത്. ഒരു പേഷ്യൻ്റാണ് ഇന്നലെ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റ്, അതാണ് അതും സിക്കായിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പേഷ്യൻ്റ് ഇന്നലെ എക്കാലക്സ് കഴിച്ചിട്ട്, ഞാൻ പേര് പറയുന്നില്ല, എക്കാലക്സ് കഴിച്ച് വന്ന പേഷ്യൻ്റാണ്. ഭയങ്കര സിക്കായിരുന്നു, ICUവിൽ വെൻറ്റിലേറ്ററിലായിരുന്നു. ആ പേഷ്യൻ്റ് ഉടനെ തന്നെ പുക വന്നാൽ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു മെഡിസിൻ ICUവിലേക്ക്. അപ്പോൾ അവിടെ എത്തി ICUവിൽ എത്തിയിട്ടാണ് ഭയങ്കര ബാഡാണ് ആ പേഷ്യൻ്റ്. ഇവിടെ 2 ദിവസമായി, ഇന്നലെ മുതലേ ബാഡാണ്. ഇതാണ് എക്കാലക്സ് കഴിച്ച് വന്നത് പേഷ്യൻ്റാണ്. ഒരെണ്ണം 5 ഒരാൾ ബ്രോട്ടഡാണ്, 4 ഡെത്ത്. ഒന്ന് എക്കാലക്സ്, ബാക്കി 2 പേര്, ഒന്ന് ക്യാൻസറും അതിൻ്റെ കൂടെ കൗണ്ട് കുറഞ്ഞ് ന്യൂമോണിയ ഉള്ളത്, വേറെ ഒന്ന് ന്യൂമോണിയ ഉള്ളത്. 3ാമത്തെ കേസാണ് ലിവർ, അതേപോലെ കിഡ്നി 2 ഡാമേജ് ആയിട്ടുള്ള ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ബാക്കി നമ്മളെല്ലാവരെയും ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് പേര് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് പ്രൈവറ്റിൽ, കുറച്ച് പേര് ബീച്ചിലുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ ടീം 2 ദിവസം ബീച്ചിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള കാർഡിയോളജി ഡ്യൂട്ടി, എന്ത് പ്രോബ്ലം ഉണ്ട്, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് വേണമെങ്കിൽ ഇവിടുത്തെ നമ്പർ കൊടുത്തിട്ട് നേരെ ഡയറക്റ്റ് കാർഡിയോളജിയിലേക്ക് എടുത്തോളൂ. പിന്നെ ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും റെഡിയാക്കി. ഓർത്തോന്ന് സർജറിന്നും ഈ 2 പേരെ വെച്ച് അവിടെ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് മെഡിസിന് 4-5 പേരെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഇതൊന്ന് റെഡിയാവുന്നവരെ നമ്മൾ DMമായിട്ട് സംസാരിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മിനിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് എല്ലാ അറേഞ്ച്മെൻറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ബ്രോട്ടഡ് വരുമേ മരിച്ചതാണ്. ടോട്ടൽ 5 ഡെത്താണ്. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല ഒരു ഡെത്ത്, ബ്രോട്ടഡ് അല്ലേ. അപ്പോൾ 2 മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ ഓട്ടോപ്സി ചെയ്യണമല്ലോ. മറ്റേത് നമ്മൾ ബന്ധുക്കളോട് നാളെ സംസാരിച്ചിട്ട് എന്താ വേണ്ട അനുസരിച്ച് ചെയ്യാം. ഓക്കെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് സംസാരിച്ചത്. 5 മരണം അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. ഒന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചതാണ്, ഒന്ന് അത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ മരണപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എൻ്റർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് വിഷം കഴിച്ച് വന്നെയാണ്, അതെന്തായാലും ഓട്ടോപ്സി ചെയ്യണ്ടേ. മറ്റേത് ബന്ധുക്കളായിട്ട് സംസാരിച്ചിട്ട് 3 കേസ് നാളെ രാവിലെ തീരുമാനമാക്കാം, ധൃതി വെക്കണ്ടെന്ന് വെച്ചു. 2 കേസ് മാത്രമാണ് ഓട്ടോപ്സി. ആ 2 കേസ് ഒരെണ്ണം ബ്രോട്ടഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ക്ലാരിറ്റി ഉണ്ടല്ലോ, കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ സമ്മതിക്കുകയാണ് 5 മരണം. അത് ആ മരണങ്ങൾ ഓരോന്നും അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഓരോന്നും അത് എത്തിയപ്പോൾ തന്നെ മരണപ്പെട്ടതാണ് ഒരെണ്ണം, മറ്റൊന്ന് വിഷം കഴിച്ച് മരിച്ചതാണ്, അല്ലെങ്കിൽ തന്നെ അത് സീരിയസ് ആയിരുന്നു. മറ്റൊരാൾക്ക് ക്യാൻസർ ആയിരുന്നു, അത് വളരെ സീരിയസ് ആയിരുന്നു. ഓരോ രോഗികളുടെയും രോഗാവസ്ഥ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അപകട സമയത്തോ അതിന് തൊട്ടു മുമ്പോ ഒക്കെ സംഭവിച്ച മരണങ്ങളാണ്. മുഴുവൻ മരണം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമയങ്ങളിൽ നടന്ന മരണം 5 മരണമാണ്. അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമ്മതിക്കുന്നു. ടീം ഓഫ് ഡോക്ടേഴ്സിന് 2 ദിവസത്തേക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മീൻവെൽ പഴയ കാഷ്വാലിറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് റെഡിയാക്കിയിട്ട് 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ബാക്കി ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബാക്കി എല്ലാം റിപ്പയർ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ബീച്ച് ആസ്പത്രി ജില്ലാ ആസ്പത്രിയല്ലേ, അപ്പോൾ അവിടെ നമ്മൾ മാൻ പവറാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെയുള്ള സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ DMOയുടെ നേതൃത്വത്തിൽ, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ബീന ഫിലിപ്പ് മാഡവും കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസറൊക്കെ അവിടെ പോയിട്ടുണ്ട്. നമ്മളെ മെഡിസിൻ HOD അവിടെ പോയിട്ടുണ്ട്. ബാക്കി പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഡ്യൂട്ടി PG കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലുള്ള ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. സർജറിയിൽ നിന്ന് ഓർത്തോന്ന് ഈ 2 പേരെ വെച്ചിട്ട് വിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പഴയ കാഷ്വാലിറ്റി അവിടെ വാർഡുണ്ട്, ഷിഫ്റ്റ് ആക്കിയിട്ട് 1-2 ദിവസം കൊണ്ട് റെഡിയാക്കി ഇങ്ങോട്ട് മാറ്റും. പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടുത്തെ എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, അത് MOT മെയിൻ ഓപ്പറേഷൻ തിയേറ്റർ ഇന്ന് രാത്രി മുതൽ രോഗികൾക്ക് ഓപ്പറേഷൻ വേണ്ടവർ അവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ല. അതൊക്കെ എല്ലാ സ്ഥലത്തും അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പരമാവധി ചികിത്സ ഉറപ്പുവരുത്തും. ഓക്കെ, റൈറ്റ്, താങ്ക് യു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ പ്രതികരണമാണ് ഈ അവസരത്തിൽ വരുന്നത്. ഔദ്യോഗികമായി തന്നെ സമ്മതിക്കുന്നു. ഈ അപകടം നടന്ന സമയത്തും തൊട്ടു മുമ്പും ഒക്കെയായി 5 മരണം ഉണ്ടായി എന്നുള്ളതാണ്. ഒരെണ്ണം ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. ഒന്ന് എന്ന് പറയുന്നത്
അത് ആ രോഗി വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 5 മരണം ഉണ്ടായി എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ സമ്മതിക്കുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, ഗോകുൽ, ഈ സമയത്താണ് 7:45 അപകടം ഉണ്ടായി, രോഗികളെയൊക്കെ മാറ്റി ആ ബ്ലോക്ക് സീൽ ചെയ്തു, അപകട നില തരണം ചെയ്തു, അല്ലെങ്കിൽ പുക നിയന്ത്രണ വിധേയമാക്കി, ആളുകളെയൊക്കെ അവിടുന്ന് മാറ്റി ആ പ്രദേശമൊക്കെ സീൽ ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് MLA ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് 11:30 മണിയോടുകൂടിയാണ് ഇപ്പോൾ സൂപ്രണ്ട് തന്നെ സമ്മതിക്കുന്നു. വിവിധ മരണങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ 5 മരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ സമയത്തോടനുബന്ധിച്ച്, സമയത്തിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ മരിച്ച നിലയിൽ ആശുപത്രിയിലേക്ക് വന്നതിൻ്റെ കണക്കും ഒക്കെ ചേർത്ത് 5 മരണം നടന്നു എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ടല്ലോ ഗോകുൽ. ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ആശുപത്രി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രിൻസിപ്പാളാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ സംഭവിച്ചിട്ടുള്ളത്. 5 മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ 2 പേർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് വന്ന ആളുകളാണ് എന്ന് പറയുന്നു. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട ഒരു മരണം സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ളത്. മൊത്തം 5 മരണം സംഭവിക്കുന്നു. അതിൽ 2 പേർ ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതീവ ക്രിട്ടിക്കലായ ഗുരുതരാവസ്ഥയിലായ ആളുകളാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അവരാണ് മരണപ്പെട്ടത് എന്നൊരു വിവരമാണ് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വയനാട് സ്വദേശിയായിട്ടുള്ള നസീറയുടെ പേരും ഇതിലുണ്ട്. അവരാണ് നേരത്തെ പറഞ്ഞതുപോലെ വിഷം കഴിച്ചു വന്നിട്ടുള്ള ആളായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു എന്നാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായിരുന്നു അവരുടെ ആരോഗ്യസ്ഥിതി എന്നതിനെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇപ്പോഴാണ് ഈ മരണങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ഗുരുതരാവസ്ഥയിലാണ് എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ പറയുന്നു. അതിനോടൊപ്പം തന്നെ പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആളാണ് മരണപ്പെട്ടതിൽ ഒരാൾ എന്ന് പറയുന്നു. വിഷം കഴിച്ചു വന്ന ആളാണ് ഒരാൾ എന്ന് പറയുന്നു. 2 പേർ ഉച്ചയ്ക്ക് ശേഷം വളരെ ഗുരുതരാവസ്ഥയിൽ വന്ന ആളാണ് എന്ന് പറയുന്നു. കൊണ്ടുവന്ന ശേഷം തന്നെ മരണപ്പെട്ട ഒരാളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ 5 പേരുടെ കണക്കാണ് എന്തായാലും ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആവശ്യം മുന്നോട്ടേക്ക് വെച്ചതിന് ശേഷമാണ് ഈ ഒരു സ്ഥിരീകരണത്തിന് തയ്യാറായിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മരണത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഈ പുകയൊക്കെ ശ്വസിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ മരണപ്പെട്ടത് എന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എന്തായാലും നടക്കേണ്ടതുണ്ട്. നാളെ ആയിരിക്കും നടക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് തന്നെയാണ് ഈ മൃതദേഹങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത്. നാളെ ആയിരിക്കും ഈ നടപടികളൊക്കെ നടക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ തീയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 6 നിലയിലുള്ള ഈ ബ്ലോക്കിൽ തീവ്ര പരിചരണ വിഭാഗം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല രോഗാവസ്ഥയിലുള്ള രോഗികളൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ബട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് ചില മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊണ്ടുവന്ന സമയത്ത് മരണപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് 2 രോഗികൾ അതീവ ഗുരുതരാവസ്ഥയിൽ വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് പ്രിൻസിപ്പാൾ പറയുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സ്ഥിരീകരണമാണ് 5 മരണം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച്. പക്ഷേ ഈ പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് മരണം എന്ന കാര്യം സൂപ്രണ്ട് പ്രിൻസിപ്പാൾ പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിരുന്നു. പ്രിൻസിപ്പാളിനോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ്, മരണത്തിൻ്റെ കാര്യങ്ങളെ പറ്റി ചോദിച്ചതാണ് പുറത്തു വന്ന സമയത്ത്. ആ സമയത്തൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ആ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കൂ. ഒരാളുടെ പേര് മാത്രമേ നമുക്കിപ്പോൾ അറിയുന്നുള്ളൂ. നസീറ എന്നാണ്. വയനാട് സ്വദേശിനിയാണ്. അവർ വിഷം കഴിച്ചു വന്നതാണ്. ആ മരിച്ചവരിൽ അയാളാണ് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മറ്റൊരാൾ. ഈ വക കാര്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറിൽ നമുക്കറിയാൻ സാധിക്കും. മരണപ്പെട്ട ആളുകളുടെ പേരും വിവരവും അവരുടെ രോഗാവസ്ഥ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറിൽ നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടി സാധിക്കും. കാരണം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഈ വിഷയത്തിൽ ഈ ആശുപത്രി അധികൃതർ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഗുരുതരമായ വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചതെന്നൊരു പ്രതികരണമാണ് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ കൂടി സമ്മതിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിച്ചാൽ മാത്രമേ നമുക്കറിയാൻ വേണ്ടി സാധിക്കൂ. കാരണം പുക വലിയ അളവിലായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മറ്റ് ആശുപത്രികളിൽ നിന്ന് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്താനുള്ള വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായിരുന്നു. മറ്റ് ആശുപത്രിയൊക്കെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയായിട്ട് കോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാലും വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കാലതാമസമോ അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും
കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് ഒരു കുഴപ്പവും ഇല്ല എന്നൊരു പ്രതികരണമാണ് പ്രിൻസിപ്പാളിന്റെ ഭാഗത്തുണ്ടാവുന്ന. 5 മരണം സംഭവിച്ചു എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഖ്യയാണ്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രോഗികൾ വരുന്നതാണ്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടും ആശുപത്രി അധികൃതർ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ്, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്, മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കണം. അത് നാളെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴെന്തായാലും മൃതദേഹങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടം നടന്നതിന് ശേഷം നമ്മൾ പുറത്തുവിടുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വിവരം 5 മരണം സംഭവിച്ചു എന്നുള്ളതാണ്. വലിയൊരു സംഖ്യ തന്നെയാണ് അത്. മരണത്തിൻ്റെ വിവരങ്ങൾ, ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന മണിക്കൂറിൽ മാത്രമേ എന്തായാലും പുറത്തു വരികയുള്ളൂ. വിനോദ്.